കലിയുഗത്തിൽ അധർമ്മം പെരുകി പെരുകി വരികയാണ്. ധർമ്മം എന്ന വാക്ക് ഉച്ചരിച്ചാൽ തന്നെ മാറി നിൽക്കടാ എന്ന് പറയും. അതെന്താണെന്ന് ചോദിക്കും. അതിനുശേഷം മനുഷ്യന് വേദന വരുമ്പോൾ, അനുഭവിക്കുമ്പോൾ, ആരും നോക്കാനില്ലാത്തപ്പോൾ, ആരും തിരിഞ്ഞു നോക്കാനുള്ള സത്കർമ്മങ്ങളൊന്നും ചെയ്തിട്ടില്ല, ആരും നോക്കുന്നില്ല, ഒറ്റയ്ക്ക് കഷ്ടപ്പെടുകയാണ്, വീട്ടിൽ നരകയാതന അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോഴും താൻ ചെയ്ത തെറ്റുകളെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. ഇത് എല്ലാവർക്കും ബാധകമാണ്, നമുക്കും ബാധകമാണ്. ഇവിടെ നമ്മുടെ പ്രാരബ്ധകർമ്മമായതുകൊണ്ട് കുറച്ച് വിഷയങ്ങളെ ഷെയർ ചെയ്യുന്നതിലേക്ക് ഒരു പാഷൻ ജനിച്ചു, അങ്ങനെ ഇതിൽ വന്ന് പെട്ടതാണ്. അല്ലാതെ പൂർണ്ണമായിട്ടും ഇവിടെ എന്തോ എല്ലാം സാധിച്ച ശേഷമാണ് ഇതൊക്കെ പറയുന്നതെന്ന് തെറ്റിദ്ധരിക്കരുത്. അങ്ങനെ ഏവർക്കും അറിയാവുന്ന ഒരു ശ്ലോകം, പരിത്രാണായ സാധൂനാം വിനാശായ ച ദുഷ്കൃതാം ധർമ്മസംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ. ഏവർക്കും അറിയാവുന്ന വിഷ്ണു സഹസ്രനാമം വായിക്കുന്ന, ജപിക്കുന്ന ഏവർക്കും, പാരായണം ചെയ്യുന്ന ഏവർക്കും അറിയാം ഈ ശ്ലോകം. മഹാഭാരതം സീരിയൽ കണ്ടിട്ടുണ്ടാവും, അതിലും ഉണ്ട്. ഇന്ന് പല സ്ഥലത്തും ഈ ശ്ലോകം എഴുതി വച്ചിട്ടുണ്ട്. നാം പറയുമ്പോൾ അതിലേക്ക് ഒരു ചെറിയ തിരുത്താണ്. ഒരുപാട് പേർ വിനാശായ ചതുഷ്കൃതാം എന്നുള്ളതാണ്. വിനാശായ ചതുഷ്കൃതാം എന്ന് പറഞ്ഞു പോരുകയാണ്. അപ്പോൾ അതിനെ വിനാശായ ച ദുഷ്കൃതാം എന്നുള്ളതാണ്. പരിത്രാണായ സാധൂനാം വിനാശായ ച ദുഷ്കൃതാം. അപ്പോൾ അങ്ങനെ ധർമ്മസംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ. അപ്പോൾ സംഭവാമി യുഗേ യുഗേ എന്ന് പറയുന്നു. അപ്പോൾ ഈ യുഗം എന്നുള്ളത് ഒരു സൈക്കിളായി എന്ന് നമുക്ക് മനസ്സിലായി. ഒരു സർക്കിളാണ്, കാലചക്രമാണ്. അപ്പോൾ കൃതയുഗം, ത്രേതായുഗം, ദ്വാപരയുഗം, കലിയുഗം, ഇതേവർക്കും അറിയാം. ഇതിങ്ങനെ സൈക്കിളാണ്. അപ്പം യത്കൃതകം തത് അനിത്യം എന്ന് പറയുന്നത് പോലെ എന്താണോ നമ്മളാൽ ചെയ്യപ്പെട്ടത്, യത്കൃതകം ഉണ്ടാക്കിയതെല്ലാം തന്നെ അനിത്യമാണെന്നും നിത്യവസ്തു ഒന്നേ ഉള്ളൂ, അത് ആത്മാവാണെന്നും വേദാന്തം നമ്മളെ പഠിപ്പിക്കുകയാണ്. അപ്പം അങ്ങനെ യത്കൃതകം തത് അനിത്യം. അപ്പോൾ എന്താണോ ഉണ്ടാക്കപ്പെട്ടത് ഇതെല്ലാം ഒരു ദിവസം, ഇതിനെല്ലാത്തിനും ഒരു ടൈം ഫ്രെയിം ഉണ്ട്. അങ്ങനെ ഓരോ യുഗങ്ങളിലും ധർമ്മം സ്ഥാപിക്കുവാനായിട്ട്, പുനഃസ്ഥാപിക്കുവാനായിട്ട്, പുനഃ എന്ന് പറയുമ്പോൾ തന്നെ വീണ്ടും സ്ഥാപിക്കുക. അപ്പോൾ വീണ്ടും എന്ന് പറയുമ്പോൾ ആദ്യം ഉണ്ടായിരുന്നിരിക്കണം. ഇതെപ്പോൾ പറഞ്ഞാലും, ഏത് സമയത്ത് ഈ മന്ത്രം പറഞ്ഞാലും ഇതിന് ഒരു പുനഃ എന്നുള്ള വാക്കുണ്ട്, വീണ്ടും എന്നുള്ള വാക്കുണ്ട്. അങ്ങനെ വീണ്ടും 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 എത്ര കാലപ്പഴക്കം ചെന്ന് നമ്മൾ 1000 കൊല്ലങ്ങൾക്ക് മുമ്പേ ഈ മന്ത്രം പറഞ്ഞാലും, ഇനി 1000 കൊല്ലങ്ങൾക്ക് ശേഷം ഈ ഒരു ശ്ലോകം ഉദ്ധരിച്ചാലും വീണ്ടും അത് കാലചക്രത്തെ സൂചിപ്പിക്കുന്നു. അങ്ങനെ പുനരപി മരണം, പുനരപി ജനനം. ഇതിലേക്ക് എന്താണ് വിഷയം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ധർമ്മം പുനഃസ്ഥാപിക്കണം എന്നുള്ള ഒരു ചിന്തയാണ്. അപ്പം ധർമ്മം പുനഃസ്ഥാപിക്കണമെങ്കിൽ കലിയുഗത്തിൽ, ഇല്ലെങ്കിൽ ഏത് യുഗത്തിലായാലും ശരി, അധർമ്മം പെരുകണം. കലിയുഗത്തിലാണ് ഏറ്റവും കൂടുതൽ അധർമ്മം പെരുകുന്നത്. ആർക്കും ഒന്നും മനസ്സിലാവുന്നില്ല. കാരണം വയസ്സായി എല്ലാവരും ഉപേക്ഷിച്ച ശേഷം കട്ടിലിൽ കിടക്കുമ്പോഴാണ് നമുക്കൊക്കെ ഓർമ്മ വരുന്നത്, ഈശ്വര ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത് എന്നുള്ള ഒരു ഓർമ്മയാണ്. ദയവ് ചെയ്ത് ഒരു വിഷയം കുട്ടികളുടെ മനസ്സിൽ നിറയ്ക്കുക. ഒരു മാവ് നമ്മുടെ മുമ്പിലുണ്ടെങ്കിൽ വിത്തുണ്ടായിരിക്കണം. ഒരു തെങ്ങിനെ നാം കാണുമ്പോൾ അവിടെയും വിത്തുണ്ടായിരിക്കണം. അതായത് കാര്യകാരണ ബന്ധം ലോജിക്കായിട്ടുള്ള വിഷയമാണ്. കാര്യകാരണ ബന്ധം ഇല്ലാതെ ആകസ്മികമായിട്ട് ലോകത്ത് ഒന്നും തന്നെ സംഭവിക്കുന്നില്ല എന്നുള്ള ഒരു ബോധം കുട്ടികളിൽ വളർത്തണം എന്ന് അഭിപ്രായപ്പെടുന്നു. നമസ്കാരം.